നമ്മൾ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. നമ്മുടെ മുൻ മന്ത്രിയും ഇപ്പോൾ MLA-യുമായ ആന്റണി രാജു ഉൾപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിനെ മാധ്യമ സമൂഹങ്ങളിൽ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. തൊണ്ടിമുതലിൽ കൃത്രിമം കാട്ടി എന്ന കേസിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. 3.5 പതിറ്റാണ്ട് പഴക്കമുള്ള കേസാണ്. ആന്റണി രാജു ഈ കേസിൽ 2ാം പ്രതിയാണ്. വിദേശിയെ രക്ഷിക്കാൻ തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ മാറ്റം വരുത്തി എന്നാണ് കേസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിദേശി മയക്കുമരുന്ന് കേസിൽപ്പെട്ടപ്പോൾ അയാൾ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെ പ്രധാനപ്പെട്ട തൊണ്ടി മുതലായിട്ടുള്ളത് ഒരു അടിവസ്ത്രമായിരുന്നു. ആ അടിവസ്ത്രം ഈ കോടതിയിൽ നിന്ന് മാറ്റി എന്നുള്ളതായിരുന്നു അന്ന് ആന്റണി രാജുവിനെതിരെയിട്ടുള്ള ആരോപണം. വലിയ രാഷ്ട്രീയ വിവാദവും കോലാഹലവും ഒക്കെ ഉണ്ടാക്കി. കേസിൽ പ്രാഥമികമായി പല തെളിവുകളും ആന്റണി രാജുവിനെതിരായ സാഹചര്യമുണ്ടായി. ഇന്ന് ഈ കേസിൽ വിധി പറയാൻ പോവുകയാണ്. 3.5 പതിറ്റാണ്ടിന് ശേഷം ആന്റണി രാജുവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഗുഡ് മോർണിംഗ്. ഹരിമോഹൻ, അടിവസ്ത്ര കേസാണ്. അതിനെ നമ്മൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ഏറെക്കാലം തിരുവനന്തപുരത്തുള്ള മാധ്യമപ്രവർത്തകർക്കെല്ലാം ആ കേസിൻ്റെ ചില തമാശയൊക്കെ അറിയാമായിരുന്നു. എന്തായാലും 3.5 പതിറ്റാണ്ടിന് ശേഷം ആ കേസ് ഇന്നിപ്പോൾ വിധി പറയാൻ വെച്ചിരിക്കുകയാണ്. ആന്റണി രാജു ഈ അടിവസ്ത്ര കേസിൽ കുടുങ്ങുമോ അതോ രക്ഷപ്പെട്ടു പോരുമോ? കുടുങ്ങിയാൽ അപ്പീൽ പോകാനുള്ള സാധ്യതയല്ലേ മുൻപിലുള്ളത്? കുടുങ്ങിയില്ല, ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കേണ്ടി വരില്ലേ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇത് ഏകദേശം 34-35 വർഷത്തോളമായി ഇതിന്റെ ആദ്യ കേസ്, അതായത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തൊക്കെയുള്ള ഒരു കേസ് ഉണ്ടല്ലോ. അതായത് ഈ ഏതിനാസ്പദമായിട്ടാണോ ഈ കേസ് വരുന്നത്, അതായത് തൊണ്ടി മുതൽ വെട്ടിച്ചെറുതാക്കുന്ന അല്ലെങ്കിൽ അതിൽ കൃത്രിമം കാണിക്കുന്ന ഒരു കേസ് ഉണ്ടാകുന്നത്, അത് 90-ലാണ് ഉണ്ടാകുന്നത്. പക്ഷെ പിന്നീട് 94-ൽ വരുമ്പോഴാണ് ഇത് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട്. അഭിഭാഷകന്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട അഭിഭാഷകയുടെ ജൂനിയർ ആയിരുന്ന ആന്റണി രാജുവും ഒപ്പം കോടതിയിലെ ക്ലർക്കായിരുന്ന KS ജോസും ഇത്തരത്തിലൊരു കൃത്രിമം കാണിച്ചു എന്നുള്ള കാര്യം ബോധ്യപ്പെടുകയും പിന്നീട് പോലീസ് കേസെടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ 94-ലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് വാദപ്രതിവാദങ്ങൾ നടക്കുന്നു, തടസ്സ ഹർജികൾ ഉണ്ടാകുന്നു. സുപ്രീം കോടതിയിലേക്ക് ആന്റണി രാജു പോകുന്നു, കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ പിന്നീട് സുപ്രീം കോടതി തന്നെ പറയുകയാണ് 1 വർഷത്തിനുള്ളിൽ തന്നെ വിചാരണ പൂർത്തീകരിക്കണം. അങ്ങനെയാണ് ഈ വർഷം നവംബറിൽ അതിന്റെ വിചാരണ പൂർത്തീകരിച്ചത്. ഒടുവിൽ ഇന്ന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിഖ്യാതമായിട്ടുള്ള തൊണ്ടിമുതൽ കേസിൽ വിധി പറയുകയാണ്. ഇന്ന് 11 മണിയോടുകൂടി തന്നെ വിധി വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 1ാം പ്രതി KS ജോസ്, അതായത് ഈ കോടതിയിലെ ക്ലർക്കായിരുന്ന KS ജോസ്, 2ാമത്തെ പ്രതിയായിട്ടാണ് മുൻ മന്ത്രിയും MLA-യും ഒക്കെ ആയ ആന്റണി രാജു വരുന്നത്. 90-ലാണ് ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതായത് 90-ൽ ആൻഡ്രൂ സാൽവദോർ എന്ന് പറയുന്ന വിദേശി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കയ്യിൽ ലഹരിയുമായിട്ട് മയക്കുമരുന്നുമായിട്ട് വന്നിറങ്ങുകയാണ്. അതായത് ഈ അടിവസ്ത്രത്തിൽ പാക്കറ്റുകളാക്കിയിട്ടാണ് ഇയാൾ അത് സൂക്ഷിച്ചിരുന്നത്. പിന്നീട് പോലീസ് കണ്ടെത്തുകയും ഇയാളെ ജയിലിലാക്കുകയും ചെയ്തു. പക്ഷേ ഇത് കോടതിയിൽ എത്തുന്ന സമയത്ത് ഈ തൊണ്ടിമുതലായിരുന്ന അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി, അതായത് ഈ ആൻഡ്രൂ സാൽവദോറിന് പാകപ്പെടാത്ത നിലയിലേക്ക് ഈ അടിവസ്ത്രം മാറ്റുകയാണ് ചെയ്തത്. അന്ന് അതുകൊണ്ട് തന്നെ ഈ ആൻഡ്രൂ സാൽവദോറിനെ കോടതി വെറുതെ വിടുകയും ചെയ്തു, മേൽക്കോടതി വെറുതെ വിടുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഒരു 3-4 വർഷം കഴിയുന്ന സമയത്ത് ആൻഡ്രൂവിനെ മറ്റൊരു കേസിൽ പിടിക്കുന്നു. ഇയാൾ ജയിലിലാകുന്നു. സഹതടവുകാരനോട് പറയുകയാണ് ഇങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടത് എന്ന് പറയുകയാണ്. അപ്പോഴാണ് അന്നത്തെ CA ആയിരുന്ന, അതായത് ആദ്യ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന CA ജയമോഹന് പിന്നീട് അതിൽ സംശയം തോന്നുകയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് ഒടുവിൽ മനസ്സിലാകുന്നത് ഈ KS ജോസിന്റെ സഹായത്തോടുകൂടി അന്ന് ആൻഡ്രൂ സാൽവദോറിന് വേണ്ടി അപ്പിയർ ചെയ്ത അഭിഭാഷകയുടെ ജൂനിയർ ആയിട്ടുള്ള ആന്റണി രാജുവാണ് ഈ അടിവസ്ത്രം കൈക്കലാക്കുകയും, അതായത് തൊണ്ടിമുതൽ കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടിമുതലുകളുടെ കൂട്ടത്തിൽ നിന്നാണ് ഈ തൊണ്ടിമുതൽ അടിവസ്ത്രം കൈവശപ്പെടുത്തുകയും അത് പിന്നീട് വെട്ടിച്ചെറുതാക്കുകയും ചെയ്തുകൊണ്ടൊരു വലിയ കൃത്രിമം നടത്തുന്നത്. എന്തായാലും 10 വർഷം മുതൽ ജീവപര്യന്തം വരെ കിട്ടാവുന്ന വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ടാണ് ഈ കേസിൽ പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് 11 മണിയോടുകൂടി അതിൽ വിധി പറയും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിധി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരുൺ, താങ്ക് യു ഹരിമോഹൻ. ഇന്ന് ആന്റണി രാജു MLA-ക്ക് നിർണായകമാണ്. ഈ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ആകെ നാണക്കേടാവും. ഒന്ന് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു വിദേശിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അടിവസ്ത്രം തന്നെ കോടതിയിൽ നിന്ന് അടിച്ചുകൊണ്ടുപോയി എന്നുള്ളൊരു കേസാണ്, അറ്റ കേസാണ്. അപ്പോൾ ആ കേസിൽ ഇന്ന് ആന്റണി രാജു ഒന്നുകിൽ വിടുതൽ നൽകും, അതല്ലെങ്കിൽ ആന്റണി രാജുവിനെ കുറ്റക്കാരനെന്ന് വിധിക്കും. കുറ്റക്കാരനെന്ന് വിധിച്ചാൽ അത് രാഷ്ട്രീയമായ ചില ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അത് അപ്പീലൊക്കെ പോകുമായിരിക്കും. പക്ഷേ എന്നാൽ പോലും